മുത്തശ്ശിയെ പരിചരിക്കാൻ നന്ദന ഹോസ്പിറ്റലിൽ നിൽക്കണമെന്ന് പറയുന്ന പ്രതിഭ. നന്ദനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ജഗന്നാഥവർമ്മ. നന്ദന ഹോസ്പിറ്റലിൽ മുത്തശ്ശിയുടെ അരികിലെത്തുന്നു. ഹോസ്പിറ്റലിലെ വിവരങ്ങൾ അറിയാൻ വിദ്യാഭാരതി നന്ദനയ്ക്കൊരു ഫോൺ കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്നും എത്തിയ വിദ്യാഭാരതിയെ ആക്ഷേപിക്കുന്ന പ്രതാപവർമ്മ. സേതുലക്ഷ്മിയുടെ സഞ്ചയന ചടങ്ങുകൾ നടക്കുന്നു. ഇനി തുടർന്ന് കാണുക. എങ്കിൽ എത്രയും പെട്ടെന്ന് അസ്ഥി കൊണ്ട് ഒഴുക്കണം കേട്ടോ. മുടങ്ങാതെ തിരിവെക്കുന്നതാരാ? അല്ല, മറന്നുപോയാലോ എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഓർത്തോളാം പ്രതിഭേ. സേതുവിനെ അങ്ങനെ മറക്കാൻ പറ്റൂ? അല്ല, പ്രതാപേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തോ അത്യാവശ്യമുണ്ട്. 10 മണിയോടെ ഇങ്ങെത്താമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നുമല്ല, പുള്ളിയെ ഉടക്കലൈനില്ല. ഞങ്ങള് പ്രതാപനെയും കാത്തിരിക്കുമായിരുന്നു. അതല്ലേ ഞാൻ ഓടിയെത്തിയത്. സഞ്ചയനത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞോ? ആ, പ്രതാപേട്ടൻ വന്നോ? ചായ എടുക്കട്ടെ? വേണ്ട. എവിടെ വിദ്യയും ചെക്കന്മാരും? അവരകത്തുണ്ട്. അപ്പോഴേ, നമ്മൾ ഇന്നലെ ഫോണിലൊരു വിവരം സംസാരിച്ചില്ലേ? എങ്ങനെയാ എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ? നിങ്ങൾ പറ. സേതുവിന്റെ സഹോദരന്മാരല്ലേ നിങ്ങള്? സേതുവിന്റെ സഞ്ചയന ദിവസം തന്നെ സ്വത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വേണോ? നാളെ ആയാലും ചർച്ച ചെയ്യണ്ടേ ഏട്ടാ? കറക്റ്റ്. പോകാനുള്ളവര് പോയി. തന്നെയല്ല, നിങ്ങളൊക്കെ എപ്പോഴാ ബിസിനസ് ആവശ്യത്തിന് മുങ്ങാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉദയനൊരു ഭൂസ്വത്തായി 5 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഔട്ട് ഹൗസും ഷോപ്പിംഗ് കോംപ്ലക്സും വേറെയും. അമ്മയ്ക്ക് അമ്മയുടെ തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വത്ത് വേറെയും ഉണ്ട്. എല്ലാം തുല്യമായി വീതിക്കണം. ഇനിയിപ്പൊ 3 പേരെ കൂട്ടിയാ മതിയല്ലോ. അതിന് അമ്മ ഹോസ്പിറ്റലിൽ വരണ്ടേ? ആശുപത്രിയിൽ നിന്ന് ഏത് കണ്ടീഷനിൽ വരാരാ? വല്യളിന് പ്രതീക്ഷയുണ്ടോ നിങ്ങളുടെ അമ്മ 2 കാലിൽ തിരിച്ചു വരുമെന്ന്? രഘുനാഥന് പ്രതീക്ഷയുണ്ടോ തള്ള സുഖം പ്രാപിക്കുന്നു? എനിക്ക് തീരെ പ്രതീക്ഷയില്ല. കറക്റ്റ്. അതാ അതിന്റെ വാസ്തവം. ഉദയന്നൊരു ഐശ്വര്യായിരുന്നു നിങ്ങളുടെ അമ്മ. പറഞ്ഞിട്ടെന്താ? ഇനി ഒരു എനിക്കലും ഉണ്ടാവില്ല. എനിക്കും വിഷമുണ്ട്. അപ്പോ സ്വത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഞാൻ അന്വേഷിച്ചു. ഭാഗീരഥി അമ്മയുടെ കാലശേഷം മാത്രമേ സംഗതി രജിസ്റ്റർ ആവൂ. പക്ഷേ ഇപ്പോഴേ ഓരോരുത്തർക്കുള്ളത് പറഞ്ഞു വെച്ചാൽ ഒരു ധാരണ ഉണ്ടായാൽ പിന്നീട് തർക്കം നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഒരിക്കൽ നമ്മളൊന്ന് മീറ്റിംഗ് നടത്തി തീരുമാനം എടുത്തതല്ലേ? അന്ന് സേതുനാഥൂനുണ്ടായിരുന്നല്ലോ വലിയേട്ടാ. തന്നെയുമല്ല, അമ്മയുടെ തീരുമാനങ്ങളായിരുന്നു അന്ന് പറഞ്ഞത്. ഇനി അത് മാറ്റി ചിന്തിക്കണ്ടേ? അതാണ് പ്രതിഭ പറയുന്നത് ആ കാര്യം. സേതുവിന് മാത്രമായി എന്തൊക്കെയോ സമ്പാദ്യങ്ങളുണ്ട്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവൾക്കായി കുറച്ച് സ്ഥലം എഴുതി കൊടുത്തിരുന്നു. കുന്നും പുറത്ത് 1 ഏക്കറെങ്കിലും കാണും. അത് 1 ഏക്കറോ? ഇളയ മോളോട് അച്ഛൻ വാത്സല്യം കാണിച്ചതാ. ആ സ്ഥലം ഉൾപ്പെടെ സേതുലക്ഷ്മിയുടെ സ്വത്ത് മറ്റു ചില വഴികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അങ്ങനെ വല്ല ജന്തുക്കളും അത് കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ കയ്യിലെത്തണം. മരിച്ചുപോയ സഹോദരിയുടെ പ്രോപ്പർട്ടീസ് ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്ക് എങ്ങനെ ലഭിക്കാമെന്ന് ചിന്തിക്കണം. നിങ്ങൾ 2 പേരും ആണുങ്ങളാണല്ലോ. കൂടപ്പിറപ്പുകളിൽ ഒരേ ഒരു പെണ്ണായ വിദ്യയ്ക്ക് സേതുവിന്റെ സ്വത്ത് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. അതെങ്ങനെ ശരിയാവുന്നേ? എല്ലാവർക്കും തുല്യമായി കിട്ടണം. അത് ശരിയാ. ഒരു മുട്ടുസൂചി ആയാലും വീതിച്ചെടുക്കണം. ചേട്ടൻ എന്ത് പറയുന്നു? ശരി, ഭൂരിപക്ഷ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്തായാലും പൊതുസ്വത്തിന്റെയും
സേതുവിന്റെ മാത്രമായ സ്വത്തിന്റെ കാര്യത്തിലും വൈകാതെ ഒരു തീർപ്പുണ്ടാവണം. ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം. പിന്നെയും ആലോചിക്കണം എന്തിനാ? ഉള്ളത് അങ്ങോട്ട് പങ്കുവെച്ചാ പോരെ? ഞങ്ങൾ ആശുപത്രിയിലെ കാര്യം പറയായിരുന്നു വിദ്യേട്ടത്തി. നീ ഇതുവരെ പോകാൻ റെഡിയായില്ലേ? എവിടേക്കാ പ്രതാപേട്ട? തൃശ്ശൂർക്ക്. അല്ലാണ്ട് എവിടേക്കാ? അതോ നിനക്ക് മറ്റു വല്ല പ്രോഗ്രാം ഉണ്ടോ? ഞാനൊരു ദിവസം ആശുപത്രി നിന്നിട്ട് വന്നാ പോരെ? അമ്മയെ കാണാതെ എങ്ങനെയാ? അമ്മയെ കാണാനോ അതോ മോളെ കാണാനോ? പെട്ടെന്ന് ഒരുങ്ങണ്ടോ നീ? അവരോടും പറ റെഡിയാവാൻ. ചെല്ല്. ഏത് കാര്യം പറഞ്ഞാലും 100 വട്ടം ആലോചനയും ചർച്ചയും. ഒരു കാര്യത്തിനും ഒരു തീരുമാനമില്ല. ഞാൻ പോവാ. സഞ്ജയനൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു നാരങ്ങ വെള്ളത്തിൽ അവരതങ്ങോട്ട് ഒതുക്കി. നിങ്ങളെ പോയിട്ട് എന്തുട്ടെങ്കിലും കഴിക്കി. ചെല്ല്. ദുർമരണായതുകൊണ്ട് ചടങ്ങുകളൊന്നും വേണ്ടെന്ന് വെച്ചത്. അടുത്ത വർഷത്തിലെ ശ്രാദ്ധത്തിന് അന്നദാനം നടത്തുന്നുണ്ട്. നടത്തും. ഭാഗീരഥി അമ്മയുടെ സ്ഥിതി എങ്ങനെ? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാറായില്ലേ? അച്ഛൻ എന്തുട്ടീ പറയണത്? ഡിസ്ചാർജ് ചെയ്യാനാ? നന്നായി. അപ്പോ ഒരു മാറ്റമില്ലെന്നാണോ? എന്റെ അഭിപ്രായത്തില് തള്ളിന് 3 മാസം തികച്ചിരിക്കില്ല. ഞാൻ പറയണതല്ല, ഡോക്ടർമാര് തമ്മിൽ സംസാരിക്കണതല്ലേ. ഈ കണ്ടീഷനിൽ തുടർന്നങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? കണ്ണും തുറന്നൊരു ഒറ്റ കെടുപ്പല്ലേ? ഈശ്വര. പ്രതാപ, സേതുലക്ഷ്മിയുടെ കാര്യം എന്തായി? പോലീസിന്റെ അന്വേഷണം എവിടം വരെ ആയി? എന്തൂട്ട് അന്വേഷിക്കാനാച്ചാ? റെയിൽവേക്കെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റുമോ? മരണത്തിൽ എന്തോ സംശയമോ ദുരൂഹതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടുല്ലോ. ദുരൂഹത? എന്ത് ദുരൂഹത? അതൊക്കെ പത്രക്കാരും ടിവിക്കാരും പറഞ്ഞുണ്ടാക്കുന്ന ദുരൂഹതയാ. അവർക്ക് വാർത്ത വേണം. അതിന് ചൂട് പകരാനായിട്ട് ഇല്ലാ കഥകൾ ഉണ്ടാക്കും. അല്ലാണ്ടെന്താ? എന്നാലും തീയില്ലാതെ പുകയുണ്ടാവുമോ? ഉണ്ടാവും. അതിന് ഉദാഹരണമല്ലേ പഴയ ചാരക്കേസ്. സേതുലക്ഷ്മിയുടെ മരണത്തിൽ ഒരു ദുരൂഹതയുമില്ല. അകാല മരണം, അസ്വാഭാവിക മരണം, അത്രേ ഉള്ളൂ. മോളിൽ നിന്നൊരാൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കൂ. എന്റെ വടക്കുന്നാഥ. എന്താ ഒരു ഉഷ്ണം! ഇനിയും ചൂട് കടുക്കുന്ന ടിവിക്കാരൊക്കെ പറയണത്. 10ാം ഉദയത്തിന് പോലും ഇപ്രാവശ്യം മഴയുണ്ടാവില്ലേ? നിനക്കെന്താ ചൂട് അനുഭവപ്പെടുന്നില്ലേ? സേതുവിന്റെ മരണത്തിലെ ദുരൂഹതയില്ലെന്ന് അച്ഛനോട് പറയുന്നത് കേട്ടല്ലോ. പ്രതാപേട്ടൻ എന്താ അക്കാര്യത്തിൽ ഇത്ര ഉറപ്പ്? എന്താ അതൊരു ദുരൂഹ മരണമായിരുന്നുവെന്ന് വരുത്തി തീർക്കണോ നിനക്ക്? വരുത്തി തീർക്കണ്ട. പക്ഷെ സേതുവിന്റെ മരണത്തിന് പിന്നിൽ സംശയിക്കത്തക്ക എന്തൊക്കെയോ കാരണങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ആരെ ഞങ്ങള്? അധികം പേരില്ല, ഞാൻ മാത്രമേ ഉള്ളെന്ന് കൂട്ടിക്കോളൂ. നിന്റെ തോന്നലേ വെറും സംശയം മാത്ര. ചേടാ, 2 ബോഗി നിറയെ പാർട്ടിക്കാരുമായി യാത്ര ചെയ്യുന്ന ഒരാളെ അതിന്റെ ഇടയിലൂടെ ആരപായപ്പെടുത്താനാ? സെക്യൂരിറ്റിക്കാരുടെ നടുവിൽ നിൽക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുന്നില്ലേ? പിന്നെയാണോ രാത്രിയിൽ ട്രെയിനിൽ പോകുന്ന ഒരു പെണ്ണിനെ കൊല്ലാൻ പ്രയാസം?
അതിന് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ തന്നെ ആയിരിക്കും കൊന്നത്, അല്ലെങ്കിൽ കൊല്ലിച്ചത്. ആര് കൊല്ലിച്ചു എന്നാ നീ പറയണത്? അതറിയാൻ മേലത്തോണ്ട ദുരൂഹ മരണമെന്ന് പറയുന്നത്. പത്രക്കാർ വെറുതെ ഉണ്ടാക്കിയ ന്യൂസ് അല്ല. ആണെന്ന് സ്ഥാപിക്കാൻ പ്രതാപേട്ടൻ എന്താ ഇത്ര ഉത്സാഹം? ദുരൂഹത ഉണ്ടെങ്കിലേ നീ ചെന്ന് തെളിയിക്കടി. നീ എന്റെ വീട്ടിൽ നിന്ന് പ്രസംഗിക്കണ എന്തിനാ? ഞാൻ തെളിയിച്ചില്ലെങ്കിലും അത് തെളിയും. കാരണം ഏത് സത്യവും എത്ര മറച്ചു വെച്ചാലും എന്തെങ്കിലും അത് പുറത്തു വരും. ഇതൊക്കെ പണ്ട് മുതലേ പറഞ്ഞു ശീലിച്ച ചില പഴംവാക്കുകളാ. പുറത്തു വന്ന സത്യങ്ങളെക്കാൾ പുറത്തു വരാത്ത കള്ളങ്ങളാണ് ഈ ലോകത്തിൽ അധികവും. ലോകപരിചയമില്ലാത്തോണ്ടേ നിനക്ക് മനസ്സിലാവാത്തതാ. കുഴിച്ചു മൂടിയിട്ടും ലോകമറിഞ്ഞ സത്യങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ ലോകപരിചയമൊന്നും വേണ്ട. നീ എന്നെ പഠിപ്പിക്കാൻ വരിക? അത് വെറും ഒരു അപകടമെന്നായിരുന്നു. നീ വരെ സംശയം കൊണ്ട് ചോദിച്ചില്ലേ? ഇനി എന്റെ ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. സേതുലക്ഷ്മി ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്തതാണെങ്കിലോ? പ്രതാപേട്ട, അല്ലെന്ന് എങ്ങനെ നിനക്ക് പറയാൻ പറ്റും? അതിന്റെ കാരണം ചിലപ്പോ പാർട്ടിയിലെ അടുത്ത കൂട്ടുകാർക്ക് പറയാൻ പറ്റുമായിരിക്കും. നിന്റെ അനിയത്തിയെ അവിവാഹിതയായിരുന്നു എന്ന് ഓർക്കണം. മതി, എനിക്ക് കേൾക്കണ്ട. മരിച്ചു പോയിട്ടും എന്റെ അനിയത്തെ ആക്ഷേപിക്കാൻ എങ്ങനെ തോന്നുന്നു പ്രതാപേട്ടന്? തുടങ്ങി വെച്ചതേ നീയാ. ഇനി ഒന്നേ നിനക്ക് ചെയ്യാനുള്ളൂ. സേതുലക്ഷ്മിയുടെ സ്വത്ത് പങ്കുവയ്ക്കുമ്പോ മുന്തിയ ഭാഗം തന്നെ ചോദിച്ചു മേടിക്കണം. അങ്ങനെ നിന്റെ അനിയത്തിയോടുള്ള ആത്മാർത്ഥത പ്രകടിപ്പിക്കാം. ഒരു സംശയക്കാരി വന്നിരിക്കുന്നു. അയ്യേ, എന്താ മുത്തശ്ശി ഇത്? എന്റെ മുത്തശ്ശി ഇങ്ങനെ കരയാതെ. ഇഞ്ചക്ഷൻ ഉണ്ട്. അമ്മയെ നോക്കാൻ നന്ദന മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ലേ? ഞാൻ മതിയല്ല സിസ്റ്റർ. 24 മണിക്കൂറും ഒരാൾ തന്നെ ഇതിനകത്ത് നിൽക്കാന്ന് വെച്ചാ ആരും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. വലിയേട്ടാ, കോവിലകത്തെ കുടുംബ വക്കീല പ്രഭാകര വർമ്മ. രഘുവിനെ വിളിക്ക്. ഹലോ, വരൂ. ഒരാഴ്ചയായിട്ട് ഞാൻ എറണാകുളത്തായിരുന്നു. ഹൈക്കോർട്ടിൽ 2-3 പ്രധാനപ്പെട്ട കേസുകൾ. അതുകൊണ്ട് മരണത്തിൽ വരാൻ പറ്റിയില്ല. ഓർക്കപ്പുറത്തായിരുന്നു എല്ലാം. ഞങ്ങളിതുവരെ അതിന്റെ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അത് ശരി. അതിന്റെ കൂടെ അമ്മയും ഹോസ്പിറ്റലായി. എല്ലാം കൊണ്ട് വിഷമമായി. അല്ല, ഫേസ് ചെയ്തല്ലേ പറ്റൂ. ചായ വേണ്ടെങ്കിൽ സാറിന് ജ്യൂസ് എടുക്കാം. വേണ്ട, ഇടയ്ക്ക് അങ്ങനെയൊന്നും കുടിക്കുന്ന പതിവില്ല. ഇറ്റ്സ് ഓക്കെ. സേതുലക്ഷ്മിയുടെ മരണത്തിലെ ദുഃഖം ഷെയർ ചെയ്യാൻ മാത്രമല്ല ഞാൻ വന്നത്. ഉദയന്നൂരെ കുടുംബവക്കീലിന്റെ നിലയ്ക്ക് മറ്റൊരു പ്രധാന ദൗത്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട്. കഴിഞ്ഞ മാസം ഒരു ദിവസം
കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 3-ാം തീയതി സേതുലക്ഷ്മിയും അമ്മയും കൂടി എന്നെ കാണാൻ വന്നിരുന്നു. അല്ല, ഇവിടെ ആരോടും ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ശരിയാ, അമ്പലത്തിൽ പോവാന്നാ രണ്ടുപേരും എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ ഓഫീസിലേക്കാണ് വന്നത്. ഇപ്പൊ ഓർക്കുമ്പോ സേതുവിന്റെ മരണത്തെ പറ്റി എന്തോ ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, ചിലർക്ക് അങ്ങനെ തോന്നലുണ്ടാവൂലോ. അല്ല, വർമ്മ സാർ പറഞ്ഞു വരുന്നത് ഒരു ഉത്തരവാദിത്വം ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് സേതു മമ്മി അന്ന് അവിടെ വന്നത്. ഇനി ഉത്തരവാദിത്തമാണോ, കടമയാണോ, അതോ ഇനി ചുമതലയാണോ? വിദ്യാഭാരതിന്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെയാ കുട്ടി? നന്ദന അമ്മയുടെ കൂടെ ആശുപത്രിയിലാണ്. ഓ, എന്താണ് വർമ്മ മാറ്റർ? സേതു അന്ന് എന്നെ കൊണ്ടൊരു വിൽപ്പത്രം തയ്യാറാക്കിച്ചിരുന്നു. വിൽപത്രോ? അതെ, പിതൃസ്വത്ത്. അതായത് സേതുലക്ഷ്മിക്ക് നിങ്ങളുടെ അച്ഛൻ ഇഷ്ടദാനമായി കൊടുത്ത വസ്തു, പിന്നെ സ്വന്തം ഡെപ്പോസിറ്റ്, ഇതിന്റെ എല്ലാം അവകാശം മറ്റൊരാൾക്ക് നൽകിക്കൊണ്ടുള്ള ബില്ല്. ആർക്ക്? നന്ദനയ്ക്ക്. വക്കീൽ സാർ എന്തായി പറയുന്നത്? ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞ കാര്യങ്ങളല്ല. സേതുലക്ഷ്മി മാത്രമല്ല, ഭാഗീരഥി അമ്മയും വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെയും അവകാശി ഈ പറഞ്ഞ നന്ദനയാ. അയ്യോ, പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നതിനാൽ ആ വില്ല് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇത് ഗൂഢാലോചനയാ വർമ്മ. ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതെ, സേതു അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയി ഒപ്പിച്ച പണിയാണിത്. പിന്നെ അല്ലാതെ. ഈ പറയുന്ന വിൽപത്രവും അതിലെ വ്യവസ്ഥകളൊന്നും നിലനിൽക്കില്ല വർമ്മ. ജഗന്നാഥ വർമ്മ ഇങ്ങനെ ചൈൽഡിഷായി സംസാരിക്കുന്ന എന്താ? വെറുതെ ഒരു നേരം പോക്കിന് തയ്യാറാക്കിയതല്ല. വിൽപ്പത്തിന് രണ്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയ്യോ, വർമ്മ സാർ ഞങ്ങളുടെ കുടുംബ വക്കീലായിരുന്നുകൊണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കായിരുന്നു. ആ പെണ്ണ് ഈ കുടുംബത്തിലെ ആരുമല്ല, ഞങ്ങളുടെയൊക്കെ ശത്രുവാണ്. നോക്ക് രഘുനാഥ, അതൊക്കെ നിങ്ങൾ ആഭ്യന്തര പ്രശ്നം. വിൽപ്പത്രം എഴുതിക്കാൻ വന്നത് നിങ്ങളുടെ അമ്മയും സഹോദരിയാ. അതിന്റെ കോൺഫിഡൻഷ്യൽ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ട അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് എന്റെ കടമയാ. എന്നാലും ഇങ്ങനൊരു പണി പറ്റിക്കോ സേതു നാത്തൂൻ? എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. തന്നെയല്ല, ഇനി വിൽപ്പത്രം വേണമെങ്കിൽ നേരിട്ട് കണ്ടോളൂ, അപ്പ വിശ്വാസം വരും. ദാ നോക്ക്. ഇങ്ങതാ ഞാൻ വായിക്കാം, അപ്പൊ എല്ലാവർക്കും കേൾക്കാലോ. 2016 ആണ്ട് മാർച്ച് മാസം 3-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ താലൂക്കിൽ ചന്ദനത്താഴം വില്ലേജ് തീമുറിയിൽ ഉദയന്നൂർ കോയിലകത്ത് സേതുലക്ഷ്മി ബായ് 33 വയസ്സ് എന്ന ഞാൻ സ്വന്തം അഭിപ്രായത്തോടും സ്വബോധത്തോടും പരപ്രേരണ കൂടാതെയും എന്റെ വക മുതലുകളിൽ നിന്ന് എന്റെ സഹോദരി പുത്രിയായ നന്ദന PS പേർക്ക് എഴുതി വെച്ച വിൽപ്പത്രം. എനിക്ക് പാരമ്പര്യമായി ഉദയന്നൂർ കോവിലകത്തുനിന്നും ലഭിച്ച 1.5 ഏക്കർ ഭൂമി, അതായത് അച്ഛൻ കൊടുത്ത ആ വസ്തു, സർവേ നമ്പറും മറ്റും കൊടുത്തിട്ടുണ്ട്. 1.5 ഏക്കറോ? 1.5 ഏക്കർ ഭൂമി വെച്ച് അനുഭവിക്കുന്നതിനുള്ള പൂർണ്ണമായ അവകാശവും കൂടാതെ കോവിലകത്തിന്റെ ഭാഗമായ ഔട്ട് ഹൗസിന്റെ ഉടമസ്ഥാവകാശവും അതിനു പുറമെ ജില്ലാ സഹകരണ ബാങ്കിന്റെ കിളിമാനൂർ ശാഖയിൽ എന്റെ പേരിലുള്ള സ്ഥിരം നിക്ഷേപമായ 70 ലക്ഷം രൂപയും. എത്ര രൂപയാ? 70 ലക്ഷം അയ്യോ, അവകാശം.
പൂർണ്ണാവകാശവും മേൽപ്പറഞ്ഞ സഹോദരി പുത്രിയായ നന്ദന PS ആയിരിക്കുമെന്ന് ഞാൻ ഈ വിൽപ്പത്ര പ്രകാരം വ്യവസ്ഥ ചെയ്യുന്നു. എന്താ ക്ലിയർ ആയില്ലേ? എന്റെ ജീവിതകാലത്ത് ഈ വിൽപ്പത്രത്തിലെ വ്യവസ്ഥകളെ ഏതാനുമോ മുഴുവനുമോ ഭേദപ്പെടുത്തുന്നതിനൊപ്പം ഈ വിൽപ്പത്രം പാടെ റദ്ദു ചെയ്യുന്നതിനോ പൂർണ്ണാവകാശം ഉണ്ടായിരിക്കുന്നതും എന്റെ കാലശേഷം മേൽ വിവരിച്ച വസ്തുവകകളിൽ ഏതാനുമോ മുഴുവനുമോ ശേഷിക്കുന്നത് അത് ഈ നന്ദനയ്ക്ക് പൂർണ്ണാവകാശം ഉണ്ടായിരിക്കും എന്ന് സേതുലക്ഷ്മിബായി. ഇനി ഭാഗീരഥി നമ്മുടെ വിൽപ്പത്രം വായിക്കട്ടെ? വേണ്ട, വല്ലവൾക്കും സ്വത്ത് എഴുതി വെച്ചിട്ട് ഒന്നും കേൾക്കണ്ട. 2 വിൽപ്പത്രങ്ങളും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സേതുലക്ഷ്മി മരിച്ചതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന സ്വത്ത് അനന്തരാവകാശിക്ക് കിട്ടുന്നതിൽ തടസ്സമില്ല. എപ്പോ വേണമെങ്കിലും നന്ദനയ്ക്ക് അതിന്മേൽ അവകാശം സ്ഥാപിച്ചു കിട്ടും.